ഇത് എൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് നിൽക്കാനും സൺറൈസ് കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ചൂടായതുകൊണ്ട് അതെങ്ങനെ നടക്കാറില്ല. ഞാനിന്നൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഒരു സിമ്പിൾ സാമ്പാർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ എന്ന് പറയാം. സാമ്പാർ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ആദ്യം ഉണ്ടാക്കിയ സാമ്പാറാണ്. അതൊരു 9-10 വെക്കേഷൻ ടൈമിലായിരുന്നു. അമ്മ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അമ്മ എന്നെ സർപ്രൈസ് ചെയ്യണം, അതായിരുന്നു ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ കൈ കിട്ടിയ പച്ചക്കറിയൊക്കെ മുറിച്ചിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം, ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് തിളപ്പിക്കാൻ വെച്ച്. അന്നൊന്നും എനിക്ക് കുക്കർ യൂസ് ആക്കാൻ അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ സാമ്പാർ തിളച്ച് ഞാനെടുത്ത് ടേസ്റ്റ് നോക്കി. എനിക്കൊരു ടേസ്റ്റും തോന്നി. ടേസ്റ്റ് ഇല്ല എന്ന് മാത്രമല്ല, അതൊരു സാമ്പാറിൻ്റെ കൺസിസ്റ്റൻസി അല്ലായിരുന്നു. അപ്പോഴെനിക്ക് ഓർമ്മ വന്നത് ഞാൻ തേങ്ങ ചേർത്തില്ല. അങ്ങനെ ഞാൻ കുറച്ച് തേങ്ങ അരച്ച് ചേർത്ത്. എന്നിട്ടും അങ്ങനെ ഒരു സെറ്റ് ആകുന്നില്ല. എന്തോ ഒരു കുറവല്ല, കുറേ കുറവുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടിയെല്ലാം ആദ്യം ഇട്ട് നോക്കി. എന്നിട്ട് വലിയ മാറ്റമൊന്നുമില്ല. അവസാനം എനിക്ക് മനസ്സിലായി ഇത് ഫ്ലോപ്പായി. ഇനി അധികം പരീക്ഷണിച്ച് നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നി. സർപ്രൈസ് ചെയ്യാൻ നിന്നിട്ട് അമ്മേൻ്റെ കയ്യിൽ നിന്ന് കിട്ടണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനത് മൊത്തം കളഞ്ഞ്. എന്നിട്ട് അവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവം നടക്കാത്ത രീതിയിലായിരുന്നു എൻ്റെ ഇരിപ്പ്. അന്ന് ഞാൻ വിചാരിച്ചു ഇനി ഞാൻ സാമ്പാർ ഉണ്ടാക്കുകയില്ല, കാരണം എത്രക്ക് വേസ്റ്റ് ആക്കിയിരുന്നു പച്ചക്കറി. പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ടാണ്. അത് നമ്മൾ വീണ ചേച്ചിയുടെ റെസിപ്പി നോക്കിയിട്ട്. ഇന്ന് ഉണ്ടാക്കിയതും വീണ ചേച്ചിയുടെ റെസിപ്പി പോലെ തന്നെയാണ്, പക്ഷെ ഞാൻ അതിൽ എൻ്റേതായ കുറച്ച് മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട്. ഓരോ സാമ്പാർ ഓരോ ടേസ്റ്റാണ്. എനിക്കങ്ങനെ മനസ്സിലായത്. എൻ്റെ അമ്മ വെക്കുന്നത് ഒരു ടേസ്റ്റ്, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെക്കുന്നത് വേറെ ടേസ്റ്റ്, ഞാൻ ഉണ്ടാക്കുന്നത് വേറെ ടേസ്റ്റ്. ഞാനിവിടെ 2 വീക്കിൽ ഒരിക്കലെങ്കിലും സാമ്പാർ ഉണ്ടാക്കാറുണ്ട്, കാരണം എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൂടാണ്ട് സാമ്പാറാകുമ്പോൾ ദോശക്കും ഇഡ്ഡലിക്കും ചോറിനും എല്ലാത്തിനും ഒപ്പരം പോവും. ഇത് തട്ടിക്കൂട്ട് സാമ്പാർ എന്ന് പറയാൻ കാരണം ഞാൻ ഇതിൽ എല്ലാ കഷ്ണങ്ങളും യൂസ് ചെയ്തിട്ടില്ല, തേങ്ങ അരച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് തട്ടിക്കൂട്ട് സാമ്പാർ എന്ന് പറഞ്ഞത്. ടേസ്റ്റും ഉണ്ട്, എന്നാൽ ഉണ്ടാക്കാനും ഈസിയാണ്. അതുകൊണ്ട് ഞാൻ അധികം ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമാണ് കോമ്പിനേഷൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ശരി, ടാറ്റാ, ബൈ ബൈ.